ഹായ് ഫ്രണ്ട്സ്, ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 10ാം തരം മെയിൻസ് പരീക്ഷകൾക്ക് സഹായകരമാകുന്ന രീതിയിൽ ഓരോ പൊതുവിജ്ഞാന ടോപ്പിക്കുകൾ, അവയിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, SCERT പാഠപുസ്തകത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, പ്രസ്താവന ചോദ്യങ്ങൾ, അവയുടെയൊക്കെ അനുബന്ധ വിവരങ്ങൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ചുള്ള 5ാമത്തെ ക്ലാസ് അല്ലെങ്കിൽ ഫൈനൽ ക്ലാസ് ആണിന്ന്. ആദ്യത്തെ 4 ക്ലാസ് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ കയറി ഒന്ന് കണ്ടു നോക്കുക, അഭിപ്രായം രേഖപ്പെടുത്തുക. തന്നിരിക്കുന്ന ജോഡികൾ പരിഗണിച്ച് ശരിയായ വസ്തുത തിരഞ്ഞെടുക്കുക. നേതാക്കളും 1857 കലാപ കേന്ദ്രങ്ങളുമാണ് പറഞ്ഞിരുന്നത്. ശരിയായത് കൻവർ സിംഗ് ബീഹാർ മാത്രമാണ് ശരിയായത്. കൻവർ സിംഗ് ബീഹാർ മാത്രം ശരിയാണ്, ബാക്കി തെറ്റാണ്. ബർജിസ് ഖാദർ ബറേലി അല്ല, ലക്നൗ. ജനറൽ ഭക്ത് ഖാൻ ഡൽഹി. കൻവർ സിംഗ് ബീഹാർ. 1857 കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരെ പഠിച്ചിരിക്കണം. ഡൽഹിയിലെ ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ രണ്ടാമനും. ലക്നൌവിലെ ബീഗം ഹസ്രത്ത് മകളും ബർജിസ് ഖാദർ. ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായി. അലഹാബാദിലും ബനാറസിലും മൗലവി ഷിയാക്കത്ത് അലി. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ബറേലിയിൽ ഖാൻ ബഹാദൂർ ഖാൻ. ബീഹാറിൽ കൻവർ സിംഗ്. 1857 കലാപത്തിൽ കലാപകാരികൾ ലക്നൗ നവാബായി അവരോധിച്ച വ്യക്തിയാണ് ബർജിസ് ഖാദർ. എയിൽ തന്നിരിക്കുന്നവ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി ബിയിൽ വിട്ടുപോരത്ത് പൂരിപ്പിക്കുക. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസൻ. അദ്ദേഹത്തിൻ്റെ ഇതിൽ നിർമ്മിച്ചതാണ് ശ്രീരാമകൃഷ്ണ മിഷൻ. വീരേശലിംഗം പന്തലു. അതാണ് നമ്മുടെ ചോദ്യം. ഹിതകാരിണി സമാജമാണ് ഉത്തരം. ആന്ധ്രാപ്രദേശിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് വീരേശലിംഗം പന്തലുവാണ്. അദ്ദേഹം ആരംഭിച്ച മാസിക വിവേകവർദ്ധിനി 1874 ആരംഭിച്ചത്. 1892 മദ്രാസ് ഹിന്ദു അസോസിയേഷൻ ആരംഭിച്ചത് പന്തലുവാണ്. പ്രസ്താവനകൾ പരിഗണിക്കുക. ശരിയായത് ഏതെല്ലാം? എല്ലാം ശരിയാണ്. ശിശിർ കുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ ടാഗോർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് ഭാരതമാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദിയിൽ വന്നത്. ബംഗാളി സാഹിത്യകാരൻ ബങ്കിം ചന്ദ്ര ചാറ്റർജി പാശ്ചാത്യ സാഹിത്യ രൂപമായിരുന്ന നോവലിനെ ഇന്ത്യക്കാരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കാനുള്ള മാധ്യമമാക്കി മാറ്റി. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ആസ്പദമാക്കിയുള്ള നാടകമാണ് നീൽ ദർപ്പൺ. ഇനി കണക്റ്റിംഗ് ഫാക്ട്സ്. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച കൃതിയാണ് ആനന്ദമഠം. ഈ കൃതിയിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. നീൽ ദർപ്പൺ എന്ന നാടകത്തിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ സുരേന്ദ്രനാഥ ബാനർജി സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനം ഏറ്റെടുക്കുകയും ഇന്ത്യയിലെങ്ങും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലെ കർഷക കലാപങ്ങൾക്ക് ഈ നാടകം പ്രചോദനമായി മാറി. ശരിയായ ജോഡി കണ്ടെത്തുക. ഗീതാഞ്ജലി ബംഗാളി. ശരിയായ ജോഡിയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നിബന്ധമാല വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. രംഗഭൂമി ഹിന്ദി. ഗോദാൻ പ്രേംചന്ദ്. സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതിയാണ് പാഞ്ചാലി ശപഥം, വള്ളത്തോളിൻ്റെ അല്ല.
കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് തുടങ്ങിയ തമിഴ് കൃതികളും സുബ്രഹ്മണ്യ ഭാരതിയുടെയാണ്. ഗോര, ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ബംഗാളി കൃതികളാണ്. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ ഇത് ഹിന്ദി രചനകളാണ് പ്രേംചന്ദിൻ്റെ. നിബന്ധമാല ഒരു മറാത്തി കൃതിയാണ്, വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികൾ എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. തന്നിരിക്കുന്ന 2 വാചകങ്ങളിൽ പ്രസ്താവനയെന്നും വിവരണമെന്നും അടയാളപ്പെടുത്തിയിരിക്കുന്നു. ശരിയായത് തിരഞ്ഞെടുക്കുക. ബംഗാളി ചിത്രകാരനായ അബനീന്ദ്രനാഥ ടാഗോർ സ്വദേശി സമരകാലത്ത് വരച്ച ജലച്ഛായ ചിത്രമാണ് ഭാരതമാത. അത് ശരിയാണ്, പക്ഷേ അതിൻ്റെ വിവരണം തെറ്റാണ്. അമൃത ഷെർഗിലിൻ്റെ ഗ്രാമീണ ജീവിതം, ആ ചിത്രത്തിലാണ് ഗ്രാമീണ ജനതയുടെ ദുരിതപൂർണമായ അവസ്ഥ ചിത്രീകരിച്ചത്, ഭാരതമാതയിലല്ല. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഹാരം, വസ്ത്രം, വിജ്ഞാനം എന്നിവ നൽകുന്ന ഭാരതമാതാവിനെയാണ് അബനീന്ദ്രനാഥ ടാഗോർ ചിത്രീകരിച്ചത്. തുടർന്ന് പല രൂപത്തിൽ ഭാരതമാതാവിൻ്റെ ചിത്രം ഇന്ത്യൻ ഭൂപടത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ പ്രചാരത്തിലായി. ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കാനും ഭാരതീയ സംസ്കാരത്തിലും ദേശീയ പാരമ്പര്യത്തിലും അടിയുറച്ച പൗരസ്ത്യ ചിത്രകലയുടെ പ്രോത്സാഹനവുമായി അബനീന്ദ്രനാഥ ടാഗോർ കൊൽക്കട്ടയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥാപിച്ചു. ഇവിടെ തെറ്റായ പ്രസ്താവന ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് ശരിയെല്ലാം പഠിക്കാം. ഇന്ത്യയിലെ ശ്രദ്ധേയമായ സാഹിത്യകൃതികളിൽ നിന്നും ചരിത്ര സംഭവങ്ങളിൽ നിന്നുമുള്ള സന്ദർഭങ്ങളാണ് നന്ദലാൽ ബോസ് ചിത്രങ്ങൾക്ക് വിഷയമാക്കിയത്. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങളാണ് വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ അമൃത ഷെർഗിൽ ചിത്രീകരിച്ചത്. നന്ദലാൽ ബോസിൻ്റെ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം 1938 ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. നന്ദലാൽ ബോസിൻ്റെ ശ്രദ്ധേയമായ ചിത്രമാണ് സതി, അമൃത ഷെർഗിലിൻ്റെ അല്ല. പാശ്ചാത്യ രീതി ഉൾക്കൊണ്ട് മലയാളിയായ രാജാ രവിവർമ്മ ഇന്ത്യൻ പുരാണങ്ങളിലെയും സാഹിത്യങ്ങളിലെയും വിവിധ സന്ദർഭങ്ങൾ ചിത്രീകരിച്ചു. ഇന്ത്യയിൽ ജനതയിൽ ദേശീയ ഐക്യം വളർത്താൻ ചിത്രകാരന്മാരുടെ സൃഷ്ടികൾക്കൊക്കെ കഴിഞ്ഞു. ഇതോടൊപ്പം രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ദേശീയ ഗാനവും ദേശീയ ബോധം സൃഷ്ടിക്കാൻ കാരണമായി. എയിൽ തന്നിരിക്കുന്നത് തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി ബിയിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക. ഭാരതമാത അബനീന്ദ്രനാഥ ടാഗോർ, ഗ്രാമീണ ജീവിതം അമൃത ഷെർഗിൽ. ഭാരതമാത എന്ന ചിത്രം ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. തോമസ് ഏക്കിൻസ് എന്ന പാശ്ചാത്യ കലാകാരൻ്റെ ശൈലി അമൃത ഷെർഗിൽ കൊണ്ടുവന്നെങ്കിലും പിന്നീട് ഇന്ത്യൻ തനത് ശൈലി സ്വീകരിച്ചു. ഇന്ത്യൻ കലാസംസ്കാരത്തെ പാശ്ചാത്യ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ശ്രമിച്ച കലാകാരനാണ് അബനീന്ദ്രനാഥ ടാഗോർ. മുഗൾ, രജപുത്ര, ചൈന, ജപ്പാൻ ശൈലികൾ ഉൾക്കൊണ്ട ശില്പങ്ങൾ അദ്ദേഹം സൃഷ്ടിച്ചു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി ബംഗാൾ. ബംഗാളായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യയുടെ ആദ്യ തലസ്ഥാനം. ബംഗാളിൽ നിന്നാണ് വിവിധ ദേശീയ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചത്. ടാഗോർ, സുരേന്ദ്രനാഥ ബാനർജി, രാജാ റാം മോഹൻ റോയ്, ഈശ്വരചന്ദ്ര വിദ്യാസാഗർ തുടങ്ങിയ നേതാക്കളുടെ പ്രവർത്തന കേന്ദ്രവും ബംഗാളായിരുന്നു. വിദേശ വസ്തുക്കൾ ഉപേക്ഷിച്ച് സ്വദേശി മാർഗം സ്വീകരിക്കാൻ ഉപദേശിച്ച നവോത്ഥാന നായകനായിരുന്നു ദയാനന്ദ സരസ്വതി. തന്നിരിക്കുന്നവയിൽ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ എന്തെല്ലാം? ഗാന്ധിജിയുടെ സമരരീതിയും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന ദേശീയ പ്രസ്ഥാനത്തിന് ഗ്രാമങ്ങളിലും വേരോട്ടമുണ്ടായി. വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന
ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ ജനങ്ങളും ആകർഷിക്കപ്പെട്ടു. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്ത ഗാന്ധിജി ഇടപെട്ട പ്രാദേശിക സമരങ്ങളാണ് ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം 1917 ബീഹാറിൽ. അടുത്തത് അഹമ്മദാബാദ് തുണിമില്ല് സമരം 1918 ഗുജറാത്ത്. ഖേദ കർഷക സമരവും ഗുജറാത്തിൽ. ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നത്തിലിടപെട്ട ഗാന്ധിജി നിയമലംഘന സമരം, സഹന സമരം തുടങ്ങിയവയാണ് സ്വീകരിച്ചത്. പ്ലേഗ് ബോണസിനെ കുറിച്ചുള്ള 1918 അഹമ്മദാബാദ് തുണിമില്ല് സമരത്തിലും ചമ്പാരനിലെ സമരരീതികളാണ് ഗാന്ധിജി സ്വീകരിച്ചത്. ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം അഹമ്മദാബാദ് തുണിമിൽ സമരമായിരുന്നു. അതിനെ തുടർന്ന് അധികാരികൾ ശമ്പള വർധന സമ്മതിക്കുകയും സമരം അവസാനിക്കുകയും ചെയ്തു. അപ്പം നമ്മുടെ ഈ ഒരു ക്ലാസ്സിലെ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റ് ചോദ്യം, കർഷകർ ഉൾപ്പെടെ ഏത് വിഭാഗത്തെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സവവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്രജനത നടത്തിയത്? എങ്ങനെ അഭിപ്രായപ്പെട്ടത്? കെ സുരേഷ് സിംഗ്. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യ കലാപത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് TH ബേബർ. കുറിച്യ കലാപത്തിൻ്റെ പ്രധാന കാരണം ഗോത്രവർഗക്കാരായ കുറിച്യർക്കും കുറുമ്പർക്കും ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തിയതാണ്. 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നടന്ന മറ്റു ഗോത്ര കലാപങ്ങൾ പഹാരി കലാപം, കോൾ കലാപം, ഖാസി കലാപം, പീൽ കലാപം, മുണ്ട കലാപം തുടങ്ങിയവയാണ്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം വളരെ വിശാലമായ ടോപ്പിക്കാണ്. അതുമായി ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു പങ്ക്തിയിൽ നമ്മൾ പഠിച്ചത് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ, SCERTയുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ പ്രസ്താവന ചോദ്യങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് തോന്നിയാൽ മാത്രം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.